നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നൊരു പ്രസ്താവന ഉന്നയിക്കുകയുണ്ടായി. ജാതിപരമായിട്ടൊരു പ്രസ്താവനയായിരുന്നു അത്. അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകുകയും ഉണ്ടായിരുന്നു. ഞാനൊരിക്കലും അതൊരു വേറെ രീതിയിലല്ല പ്രയോഗിച്ചത്. അത് മറ്റു സമൂഹ മാധ്യമങ്ങളാണെങ്കിലും വളച്ചൊടിച്ച രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. കാരണം അദ്ദേഹത്തിന്റെ ജാതി ഒരു മേൽജാതിയാണ്. ഞങ്ങളെ പോലുള്ളവരാണ് ബാക്കിയുള്ള ഒരു ആദിവാസി സമൂഹത്തിന്റെയൊക്കെ ഗോത്രജനത അവരുടെ ഒരു മുൻപന്തിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരി എന്ന നിലയ്ക്ക് അങ്ങനെയുള്ളൊരു മുൻജാതിയിൽപ്പെട്ട ഒരാൾ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇനി നമ്മൾ എത്രയൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്തിന് അവിടെ ഒരു ജാതി എന്നുള്ളൊരു പേര് കൊണ്ടുവരണമായിരുന്നു? അല്ലെങ്കിൽ എന്തിന് ഇപ്പോഴും സമൂഹത്തിൽ നമ്മൾ ഈ ജാതി മതം ഭേദമില്ലാതെയാണ് നമ്മൾ ഇതൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഈ കേന്ദ്രമന്ത്രിയായ അദ്ദേഹം വരെ ഈ ജാതിപരമായിട്ട് ഇങ്ങനെ നമ്മളെ വേർതിരിച്ച് കാണേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഇവര് താഴ്ന്ന ജാതിയിലാണ്, അപ്പൊ ആ ഒരു താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ഏറ്റവും മുൻജാതിയിലുള്ള ഒരു തലവൻ വേണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് BJP എന്നുള്ളൊരു അധികാരത്തോടു കൂടിയാണ് പറയുന്നത്. പ്രൂവ് ചെയ്യാൻ പോകുന്നത് പോലെ. കാരണം ഞങ്ങൾ വലിയൊരു ജാതിയാണ്, താഴ്ന്നവരെ അധികാരി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂ എന്നൊക്കെ രീതിയിൽ അല്ലേ? അത് ശരിക്കും ജാതി ബേസിൽ അങ്ങനത്തെ കാര്യങ്ങളെ അവിടെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മള് പൊതുവെ നമ്മൾ പറയും BJP എന്ന് പറയുമ്പോൾ ഹിന്ദു ആ ഒരു കാറ്റഗറി വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അവര് പല പദ്ധതികളാണെങ്കിലും എന്തും ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഗോസിപ്പ് പോലെയെങ്കിലും പറയുമെങ്കിലും പക്ഷെ ഇത്തരം കേന്ദ്രമന്ത്രിമാർ അതിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന മന്ത്രിമാർ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഈ ജാതി ബേസിലാണ് ഈ ഒരു BJP എന്നുള്ള ഒരു പ്രതിനിധികൾ പോകുന്നത്, അവരത് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ഉറപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. അതെ, തീർച്ചയായിട്ടും. കാരണം ഇവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോ ഇതിപ്പോ കണ്ടവര് തന്നെ ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിൽ TV-യിലൂടെ ഒക്കെ ആയാലും കണ്ടവര്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ചിന്ത ഉണ്ടായിരിക്കും, ജാതി ബേസില് അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാലും പറഞ്ഞ വാക്കുകളിൽ ജാതി എന്നുള്ളൊരു വാക്ക് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ പല രീതിയിലും വ്യാഖ്യാനിച്ചു എന്നുള്ള ഒരു കുറ്റമായി കാണാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ. അതെ, പിന്നീട് ഈ താഴ്ന്ന ജാതിയിലുള്ളവരെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ വകുപ്പുകൾ കൊടുക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജാതിപരമായിട്ട് അതിനെ ഒന്ന് സമീപിക്കാൻ പാടില്ലായിരുന്നു. അതെ, അങ്ങനെ സമീപിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം.